റമളാനിന്റെ അവസാനത്തെ പത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അവസാനത്തെ പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത്ഭുതകരമായൊരു ദിക്റുണ്ട്. ആ ദിക്ർ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ചാൽ ആത്മീയമായ ഗുണങ്ങൾ, നമ്മുടെ പാപം പൊറുക്കുക പോലെയുള്ള ധാരാളം നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതോടൊപ്പം സാമ്പത്തികമായ വിശാലതയും പുരോഗതിയും അള്ളാഹു നൽകും. അങ്ങനെയുള്ളൊരു ദിക്ർ നമ്മൾ പഠിക്കുകയാണ്. ലൈലത്തുൽ ഖദ്ർ എന്നാണ് ഈ വർഷത്തെ 2026 പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ് നമ്മൾ പരിശോധിക്കുകയാണ്. അവസാനത്തെ പത്തിനെ കുറിച്ച് നാം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഏതാണ് എങ്ങനെയാണെന്നറിയാൻ മജ്ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന മുസ്തഫ അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ അതിൻ്റെ 3-ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ 3-ാമത്തെ ഘട്ടം ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10 എന്നുള്ളതാണ്. അവലുഹു റഹ്മത്തുൻ വ ഔസതുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 നരകമോചനത്തിന്റെ 10. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ മോചിപ്പിക്കും. ഈ ഒരു ഹദീസ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. അവലുഹു റഹ്മത്തുൻ, ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10. രണ്ടാമത്തേത് മഗ്ഫിറത്തിൻ്റെതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടെങ്കിലേ നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്തിലൂടെ മഗ്ഫിറത്ത് ലഭിച്ചെങ്കിലേ നമുക്ക് ഇത്ഖും മിനന്നാർ, നരകമോചനം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ, മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ, ഇത്ഖും മിനന്നാർ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നരകമോചനത്തിന്റെ 10 ദിനങ്ങളിലേക്കാണ് ലക്ഷക്കണക്കിന് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്ഭുതകരമായ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 അത് നരകമോചനത്തിന്റെ 10 എന്നുള്ളതാണ് 1-ാമത്തെ പ്രത്യേകത. 2-ാമത്തെ പ്രത്യേകത എന്നുള്ളത് ലൈലത്തുൽ ഖദ്ർ എന്ന അത്ഭുതകരമായ രാത്രിയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസത്തിനേക്കാൾ പ്രതിഫലം അല്ലാഹു നൽകുന്ന അത്ഭുത രാത്രി. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഒരാൾ സുന്നത്ത് നിസ്കരിച്ചാൽ 1000 മാസത്തിലേറെ സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലം. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഒരാൾ സ്വതക്ക ചെയ്താൽ 1000 മാസത്തിനേക്കാൾ സ്വതക്ക ചെയ്ത പ്രതിഫലം. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഒരാൾ ഖുർആൻ ഓതിയാൽ 1000 മാസത്തിനേക്കാൾ ഖുർആൻ ഓതിയ പ്രതിഫലം. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഒരാൾ ഇഅ്തികാഫിരുന്നാൽ 1000 മാസത്തിനേക്കാൾ ഇഅ്തികാഫിരുന്ന പ്രതിഫലം അല്ലാഹു നൽകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. മറ്റൊരഭിപ്രായമുണ്ട്, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഒരാൾ ഇബാദത്തെടുത്താൽ കാലാകാലം ഇബാദത്തെടുത്ത പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് അങ്ങനെയും വിശദീകരിച്ചവരുണ്ട്. കാരണം ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹർ, 1000 എന്നുള്ളതിന് അർത്ഥമില്ല എന്നുള്ളതാണ്, അറ്റമില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, നായയുടെ വാല് 10000 കൊല്ലം ഓടക്കുഴലിട്ടാലും നിവരില്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ 24000 കൊല്ലിട്ട നിവരൂ, 12000 പോട്ടെ, 24000 കൊല്ലിട്ട നിവരൂ? ഇല്ല, എത്ര കാലം ഇട്ടാലും നിവരൂല നായയുടെ വാല് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ 12000 അർത്ഥമില്ല. എന്നതുപോലെ ജൂതന്മാർ 1000 വർഷം ജീവിക്കണമെന്ന് കൊതിക്കുന്നവരാണ്. ലൗ യുഅമ്മറു അൽഫ സന, വിശുദ്ധമായ ഖുർആൻ പറയാണ്, 1000 വർഷത്തിൽ കഴിഞ്ഞാൽ മരിക്കണമെന്ന് അവരാഗ്രഹിക്കുമോ? ഇല്ല, അവിടെ 1000 അർത്ഥമില്ല, കാലകാലം എന്നാണ് അർത്ഥം. എന്നതുപോലെ ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസത്തിനേക്കാൾ അള്ളാഹു പ്രതിഫലം തരുമെന്ന് പറഞ്ഞാൽ കാലാകാലത്തെ പ്രതിഫലം തരുമെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്.
ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന അത്ഭുതകരമായ രാത്രി അത് പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ പത്തിലാണ് എന്നുള്ളതാണ് അവസാനത്തെ പത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. ഷമോനുൽ ആസി എന്ന ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു. ജാഹദ ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം യുദ്ധം ചെയ്തു. ആയിരക്കണക്കിന് മാസങ്ങൾ യുദ്ധം ചെയ്തു. ബിൽഹിയത്തി ബഈരിൻ, ഒരു ഒട്ടകത്തിന്റെ താടിയെല്ലും പിടിച്ച് അള്ളാഹു ഷമൂനുൽ ആസിയോട് പറഞ്ഞു, ഷമൂനുൽ ആസി, ഒട്ടകത്തിന്റെ താടിയെല്ലിൽ ചുണ്ടുകൊണ്ടുപോയി വെക്കുക, നിനക്ക് ആവശ്യമുള്ള വെള്ളവും ഭക്ഷണമൊക്കെ അതിൽ നിന്ന് കിട്ടും. അദ്ദേഹത്തെ ചുറ്റിയിരിക്കുകയാണ് ശത്രുക്കൾ. ഒട്ടകത്തിന്റെ ഒരു താടിയെല്ലും പിടിച്ച് 1000 വർഷം പടപൊരുതിയ ഷമൂനുൽ ആസിയുടെ കഥ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോ സഹാബാക്കളൊക്കെ ചോദിച്ചു, നബിയേ, അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയുമോ നബിയെ എന്ന് ചോദിച്ചപ്പോഴാണ് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തത്, ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹർ, അങ്ങയുടെ സമുദായത്തിന് രാത്രി നൽകുന്നുണ്ട്. ആ രാത്രി ഹയാത്താക്കിയാൽ അള്ളാഹു 1000 മാസത്തിനേക്കാൾ പ്രതിഫലം നൽകും എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അത്ഭുതകരമായ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എന്നാണ്? ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് ലൈലത്തുൽ ഖദ്റിന്റെ വിഷയത്തിൽ കാണാൻ കഴിയും. ലൈലത്തുൽ ഖദ്ർ റമളാനിലെ ഏത് ദിവസവും ആകാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ലൈലത്തുൽ ഖദ്ർ റമളാനിലെ അവസാനത്തെ 10 എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ലൈലത്തുൽ ഖദ്ർ റമളാനിലെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകളിലാകാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. 23-ാം രാവിനും 25-ാം രാവിനും 27-ാം രാവിനും പ്രാധാന്യം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. ഓരോ വർഷത്തെയും ലൈലത്തുൽ ഖദ്ർ മാറി മാറി വരും. ഒരു വർഷം 25 ആണെങ്കിൽ മറ്റൊരു വർഷം 27 ആയിരിക്കും, മറ്റൊരു വർഷം 23 ആയിരിക്കും എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ലൈലത്തുൽ ഖദ്ർ മാറി വരില്ല, അത് നിശ്ചിത രാവിലെ തന്നെയാണ്. ഓരോ വർഷം കഴിയും തോറും അതിന് മാറ്റമൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. 27-നാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖദ്റിൽ ലൈലത്തുൽ ഖദ്ർ എന്ന വാക്ക് അല്ലാഹു 3 തവണയാണ് ഉപയോഗിച്ചത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന വാക്കിൽ 9 ഹർഫുകളാണുള്ളത്. 3 × 9 27. 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഉള്ള പണ്ഡിതന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ചില പണ്ഡിതന്മാർ പറയുന്നു, റമളാനിന്റെ തുടക്കത്തിനനുസരിച്ച് മാറും. അതായത് തിങ്കളാഴ്ചയാണ് റമളാൻ തുടങ്ങിയതെങ്കിൽ ലൈലത്തുൽ ഖദ്ർ 21-ന്, ചൊവ്വാഴ്ചയാണ് റമളാൻ തുടങ്ങിയതെങ്കിൽ ലൈലത്തുൽ ഖദ്ർ 27-ന്, ബുധനാഴ്ചയാണ് റമളാൻ തുടങ്ങിയതെങ്കിൽ ലൈലത്തുൽ ഖദ്ർ 29-ന്, വ്യാഴാഴ്ചയാണ് റമളാൻ തുടങ്ങിയതെങ്കിൽ ലൈലത്തുൽ ഖദ്ർ 25-ന്, വെള്ളിയാഴ്ചയാണ് റമളാൻ തുടങ്ങിയതെങ്കിൽ ലൈലത്തുൽ ഖദ്ർ 27-ന്, ശനിയാഴ്ചയാണ് റമളാൻ തുടങ്ങിയതെങ്കിൽ ലൈലത്തുൽ ഖദ്ർ 23-ന്, ഞായറാഴ്ചയാണ് റമളാൻ തുടങ്ങിയതെങ്കിൽ ലൈലത്തുൽ ഖദ്ർ 29-ന്. ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷത്തെ റമളാൻ തുടങ്ങുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ 25-ാം രാവിനാകാം എന്ന് നമുക്ക് ഒരു പ്രതീക്ഷ. പല അഭിപ്രായങ്ങളിൽപ്പെട്ട ഒരു അഭിപ്രായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് ഇന്നമൽ അമാലു ബിൽ ഖവാത്തിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ സ്വീകരിക്കുക ഒടുവിലാണ്, ഏറ്റവും ഒടുവിൽ. റമളാനിന്റെ തുടക്കത്തിൽ എങ്ങനെ ജീവിച്ചു എന്നല്ല അല്ലാഹു നോക്കുക, റമളാനിന്റെ നടുവിൽ എങ്ങനെ ജീവിച്ചു എന്നല്ല അല്ലാഹു നോക്കുക, റമളാനിന്റെ ഒടുവിൽ എങ്ങനെയാണ് റമളാനിനെ യാത്രയാക്കുന്നത് എന്നാണ് അല്ലാഹു ശ്രദ്ധിക്കുക. അപ്പൊ റമളാനിന്റെ അവസാനത്തെ 10 അത് വളരെ ശ്രദ്ധയോടെ ഹറാമിൽ നിന്ന് വിട്ടുനിന്ന് ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടാൻ വേണ്ടി പരിശ്രമിക്കണം. ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെയാണ്, വിശ്വാസികൾ അങ്ങനെയാണ്. റമളാനിന്റെ ഒടുവിലത്തെ വിടവാങ്ങലിന്റെ നിമിഷങ്ങളാണ് എന്നുള്ളതാണ് അവസാനത്തെ 10-ന്റെ മൂന്നാമത്തെ പ്രത്യേകത. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്നൊരു ദിക്റുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, ലൈലത്തുൽ ഖദ്ർ ഇന്നാണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ
തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ ഇന്നക അഫ്വുൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്നർത്ഥം വരുന്ന ദിക്ർ, അതൊരു ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ നമുക്കറിയാം. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ, മക്കളിൽ ബർക്കത്ത് ഉണ്ടാകാൻ, ജീവിതമാർഗങ്ങൾ വിശാലമായി കിട്ടാൻ, പാപം പൊറുക്കാൻ ഒക്കെ ഇസ്തിഗ്ഫാർ കൊണ്ട് സാധിക്കും. ആത്മീയമായ നേട്ടങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ, സാമ്പത്തികമായ നേട്ടങ്ങൾ ഒക്കെ ഇസ്തിഗ്ഫാറിലൂടെ സാധിക്കും. ഇസ്തിഗ്ഫാറിന്റെ ഒരു വചനം തന്നെയാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അവസാനത്തെ പറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കുക. ആത്മീയമായ ഗുണവും ഭൗതികപരമായ ഗുണവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ നിമിഷങ്ങൾ, അവസാനത്തെ പത്തിനെ, അവസാനത്തെ രാപ്പകലുകളെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റമളാൻ കൊണ്ട് അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.